കോവയ്ക്ക് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? പക്ഷേ എപ്പോഴും ഒരേ ടേസ്റ്റിൽ കോവയ്ക്ക വെച്ച് മടുത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോവയ്ക്ക ഡ്രൈ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആദ്യം ഒരു കടായി വെക്കുക, കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, നിലക്കടല, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് പൊടിക്കുന്ന ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ മസാല ആയിരിക്കും കേട്ടോ അത് പൊടിച്ച് കഴിഞ്ഞാൽ കിട്ടുക. ഇനി നമ്മൾ ആ കടായിലേക്ക് കുറച്ച് നല്ലെണ്ണയും അതുപോലെ കോവയ്ക്ക് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ. വെളിച്ചെണ്ണ എടുക്കരുത്, അതെല്ലാവരും ശ്രദ്ധിക്കണം. നല്ലെണ്ണ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതൊരു ഹാഫ് കുക്കായാൽ മതി കേട്ടോ. ഓവറായിട്ട് കുക്ക് ചെയ്താൽ ആ ഒരു ക്രിസ്പിനെസ് പോവും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ അതിൻ്റെ ഈ ഒരു മസാലയുടെ പച്ചവാസനയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഏകദേശം ഒരു 3 മിനിറ്റോളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അടച്ചു വെച്ച് വേവിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് പൊടിച്ചു വെച്ച നമ്മളുടെ ആ ഒരു മസാല പൗഡർ ഇല്ലേ, അത് ഇതിലേക്ക് തട്ടിക്കൊട്ടുക. സംഭവം റെഡി. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതി. ഇതിലൊരു കയ്യിൽ ചോറിട്ട് പെരട്ടി നന്നായിട്ട് കഴിച്ചു നോക്കൂ. നല്ല സ്വാദാണ്. നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള നല്ല ഹെവി വർക്ക് വന്നിട്ടുള്ളൊരു ചുരിദാർ സെറ്റാണ് കേട്ടോ. പാൻറ്റും ടോപ്പും ഷോളും ഒക്കെ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു സ്ക്വയർ നെക്കാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്, ഇട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ പേര് പറഞ്ഞു ഈ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് എന്നുള്ള കാര്യം. അപ്പം ഞാൻ ലിങ്ക് ടാഗ് ചെയ്യാം.